ഇമേജ് മൊബൈൽ കിസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നും ഞങ്ങളുള്ളത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലാണ്. വിസ്മയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇമേജ് മൊബൈൽ കിസ് പവേർഡ് ബൈ യൂണിഫോമീസ് ആൻഡ് ബാഗ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളതാണ്. ഈ നിമിഷം കഴിഞ്ഞു അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ രീതിയിലാണ് നമ്മുടെ കാലഘട്ടവും നമ്മുടെ ഭക്ഷണ രീതികളും എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സമയം അടിച്ചു പൊളിക്കുക, ഭാര്യയോടൊപ്പം അമ്മയോടൊപ്പം. ഇന്ന് ഇവിടെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ അടിച്ചു പൊളിക്കാൻ വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ. നമസ്കാരം, പേരെന്താണ്? റോഷൻ. എവിടെ സ്ഥലം എവിടെയാണ്? കുന്നുങ്കൈ, ചെറുപുഴ ചിറ്റാരിക്കൽ കുന്നുങ്കൈ. ഓക്കെ, വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം അല്ലേ? എന്താണ് ജോലി ചെയ്യുന്നത്? മിലിറ്ററിയിലാണ്. ഓക്കെ, ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ മിലിറ്ററിയിൽ? 7 വർഷത്തോളായി. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 24 ദിവസം. ശരിക്കും പൊതുവെ എത്ര ദിവസം? ഒരു മാസം 30 ദിവസം. ഇപ്പോൾ വരുന്ന സമയത്ത് എവിടെയായിരുന്നു? ചാർജ് എവിടെയായിരുന്നു? ഛത്തീസ്ഗഡിലായിരുന്നു. ഓക്കെ, അവിടുത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? അവിടെ കാടാണ്, മൊബൈലിനൊന്നും റേഞ്ച് ഇല്ല. അവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യൻ ഭക്ഷണം കൂടുതലായിട്ട്, ചോറ്. പക്ഷേ പരിചയപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, ഇവരൊക്കെ കൃത്യമായിട്ട് ഉറങ്ങാതെ ഈ കാട്ടിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഫാസ്റ്റ് ഫുഡും കഴിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നത് എന്നുള്ള ചിന്ത അത് കൃത്യമായിട്ട് എല്ലാവർക്കും വേണം. ശരി, ഇപ്പോൾ എത്ര വർഷം മിലിറ്ററിയിൽ? 7 വർഷത്തോളം. മലയാളീസ് കൂടെ ഉണ്ട്, കുറച്ച് ആൾക്കാർ, ഒരു 10 പേരുണ്ട്. ഉണ്ടല്ലേ? ചെറുപുഴയിലുള്ള ആരെങ്കിലും? കൊന്നക്കാട് ഭാഗത്തുള്ള ഒരാളുണ്ട്, പിന്നെ കണ്ണൂരുള്ള ആളുണ്ട്. ശരി. ഹാപ്പി ആണോ എന്ന് അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോന്ന് അറിയില്ല, എന്നാലും ഹാപ്പിയാണ്, സന്തോഷം അല്ലേ? ശരി. ഓക്കെ, അവിടെ ഈ ഛത്തീസ്ഗഡ് ഫുൾ കാടിന്റെ അവിടെ തന്നെയാണോ ജോലി? ഭയങ്കര ഒരു കാടിലാണ്. പേരെന്താണ്? അഭിരാമി. ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അമ്മ സുഖമായിരിക്കുന്നോ? അടിപൊളിയാണ്. ഓക്കെ, ജോലി എന്തെങ്കിലും ചെയ്തിരുന്നോ മുന്നേ? എന്തെങ്കിലും ഒന്നും ചെയ്തില്ല. അടിപൊളി. വീട്ടു ജോലി തന്നെ ധാരാളം ഉണ്ട്. ഈ ചെറുപുഴ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. അമ്മയുടെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് എന്താണ് ഭക്ഷണത്തിൽ? മീൻ പൊരിച്ചതും മീൻകറിയാണ് ഏറ്റവും പ്രധാനം. സീ ഫുഡാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലേ? ശരി. ഭയങ്കര ഹാപ്പി അല്ലേ? അപ്പോൾ എന്തായാലും വളരെ ഭാഗ്യം ചെയ്ത ഒരു അമ്മ, ഭാഗ്യം ചെയ്ത ഭാര്യ. വീട്ടില് 3 പേര് മാത്രമേ ഉള്ളൂ? അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ അച്ഛൻ എന്താണ് ചെയ്യുന്നത്? അച്ഛൻ സ്വർണ്ണപ്പണിയാണ്. അപ്പോൾ ആള് വന്നിട്ടില്ല. ആർക്കിങ്ങനെ ഈ എന്റർടൈൻമെന്റിനോട് അത്ര താല്പര്യമില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. ഇത് പ്രോഗ്രാമിന്റെ പേര് മൊബൈൽ കിസ് എന്നാണ്. പ്രോഗ്രാമിന്റെ പേര് ഇമേജ് മൊബൈൽ കിസ്. ഇതിൽ ചോദിക്കുന്നത് ജിക്കാണ്. ഒരു 2-3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവിടുന്ന് കണ്ടായിരുന്നില്ലേ? കണ്ടു. അപ്പോൾ 3 ചോദ്യം ചോദിക്കും, ഉത്തരം പറയുകയാണെങ്കിൽ 3 സമ്മാനവും ഞാൻ തരാം. ഓക്കെ ആണോ? ഇതിൽ ഞാൻ ആരോടാ ചോദ്യം ചോദിക്കണ്ടേ? മോനോട്. ശരി, അപ്പോൾ ആളെന്നെ മത്സരിക്കാൻ പോവാണ്. ഒന്നുകൂടി പേര് പറയാം. റോഷൻ ജിയാണ് ഇതിൽ മത്സരിക്കുന്നത്. റോഷൻ ജിയോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ എൻട്രി റൗണ്ടിലെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നു. ഫസ്റ്റ് റൗണ്ട്, എൻട്രി റൗണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ച ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് സുരു എന്ന നദിയുടെ തീരത്താണ്. ഏതാണ് ഈ നഗരം എന്നുള്ളതാണ് ചോദ്യം. സുരു എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒരു യുദ്ധം, ഒരു വാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വളരെ ഭീകരമായിട്ടുള്ളൊരു വാറായിരുന്നു അവിടെ സംഭവിച്ചത്. ആ കാലത്ത് എ.ബി. വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. കീർത്തി ചക്ര അതുപോലെ തന്നെ ഈ സിനിമയിലൊക്കെ ഈ നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാർഗിൽ. സുരു എന്ന് പറയുന്ന ആ ഒരു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം എന്ന് പറയുന്നത് കാർഗിൽ അല്ലേ? ഇപ്പോഴും നമ്മുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ സിനിമ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ്. ആള് പറഞ്ഞിരിക്കുന്ന കാർഗിൽ എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇന്ത്യൻ സൈന്യം ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും പക്ഷെ കാർഗിലിന്റെ ഒരു പവർ ഒരു വല്ലാത്തൊരു ഇപ്പോഴും ഒരു സംഭവമല്ലേ? ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരി, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. 2-3 കാർഡുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് കണ്ണൂർ പോണ സമയത്ത് എപ്പോഴെങ്കിലും അവിടെ പോയിട്ട് ഈ കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്മാനം തരാൻ ഭയങ്കര ഒരു ഭാഗ്യമുണ്ട് എനിക്ക് അല്ലേ? അപ്പോൾ മറ്റൊരു സമ്മാനം എന്ന് പറയുന്നത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, 2 ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്.
ചോദ്യം. മിറായിലെ ബിഷപ്പായിരുന്ന സെന്റ് നിക്കോളാസിന്റെ ഓർമ്മ പുതുക്കുവാൻ ആയി വരുന്ന ഈ വ്യക്തി ക്രിസ്കിൻഗിൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. കുട്ടികൾക്ക് പ്രിയങ്കരനായ ഈ വ്യക്തി പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. മിറായിലെ ബിഷപ്പായിരുന്ന സെന്റ് നിക്കോളാസിന്റെ ഓർമ്മ പുതുക്കുവാനായി വരുന്ന ഈ വ്യക്തി ക്രിസ്കിൻഗിൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ചോദ്യത്തിൽ തന്നെ ഏതാണ്ട് ഉത്തരം വന്നിട്ടുണ്ടോ? അറിയപ്പെടാറുണ്ട്. കുട്ടികൾക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള ഈ വ്യക്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്കിൻഗിൾ. സാന്റാക്ലോസ്. അമ്മ എന്ത് പറയുന്നു? സെന്റ് നിക്കോളാസിന്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സാന്റാക്ലോസ് ക്രിസ്കിൻഗിൾ. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഈ ആളുടെ പേര് സാന്റാക്ലോസ് എന്നാണ്. നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടു. അത് പറഞ്ഞിരിക്കുന്നത് സാന്റാക്ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങളായി ക്രിസ്മസ് ദിനത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള സാന്റാക്ലോസ് എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ്. ഫോർട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അതോടൊപ്പം തന്നെ യൂണിഫോമീസ് ഷോപ്പി, കണ്ണൂരിലെ യൂണിഫോമുകളുടെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് കേട്ടോ. യൂണിഫോമീസ് ഷോപ്പി, അവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് അളവെടുക്കാം, അവിടെ തന്നെ തുണിയുണ്ട്, അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. യൂണിഫോമീസ് ഷോപ്പി നൽകുന്ന മറ്റൊരു സമ്മാനം. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. മൂന്നാമത്തെ റൗണ്ടിലൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഓഡിയൻസ് ചോയ്സ് എന്നാണ് റൗണ്ടിൻ്റെ പേര്. ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന കുറച്ചും കൂടി വലിയുള്ള ഒരു സമ്മാനം. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ഈ സമ്മാനം മാത്രം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ, ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ട് പിന്മാറാം. ഇപ്പോൾ കിട്ടുകയാണ്. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പറ്റത്തില്ല. എന്തെന്നുള്ളത് പിന്മാറുന്നവരല്ല, മുന്നോട്ട് പോകും അല്ലേ? അല്ലെ, ചോദ്യം കേൾക്കാലോ അല്ലേ? മൂന്നാമത്തെ റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ചോദ്യം കേട്ടോ. ഏകദേശം വലിയ ചോദ്യമാണ്, പക്ഷേ ചെറിയ ഉത്തരമാണ്. ഈ ചോദ്യം അയച്ചിരിക്കുന്നത് ബിസ്വാസ് തൃക്കരിപ്പൂർ എന്നാണ്. ബിസ്വാസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. ഈ വിശ്വാസ് എന്നാണോ ബിസ്വാസ് തൃക്കരിപ്പൂർ എന്നാണ് ഈ ചോദ്യം അയച്ചിരിക്കുന്നത്. ചോദ്യം കേട്ടോ. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഡോങ് എന്ന് പറയുന്ന രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ഈ സംവിധാനം ആദ്യമായി രൂപം കൊണ്ടു. കച്ചവട ആവശ്യങ്ങൾക്കായി ചൈനീസ് പട്ടണത്തിലെത്തിയിരിക്കുന്ന വ്യാപാരികൾക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കുവാനുള്ള സമയം വളരെ കുറവായിരുന്നു. ചൈനീസ് ഭക്ഷണങ്ങളുടെ വൈവിധ്യം കാരണം പ്രയാസപ്പെട്ട അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനം രൂപപ്പെട്ടത്. എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇന്ന് വളരെ സജീവമായിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലെത്തും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. 100 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഡോങ് രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ഈ സംവിധാനം ആദ്യമായി രൂപം കൊണ്ടു. കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനീസ് പട്ടണത്തിൽ എത്തിയിരുന്ന വ്യാപാരികൾക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനുള്ള സമയം ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ചൈനീസ് ഭക്ഷണങ്ങളുടെ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഒരുപാട് ഭക്ഷണങ്ങളുള്ളത് കാരണം ഇത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രയാസപ്പെട്ട ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സമ്പ്രദായം നിലവിൽ വന്നത്. എന്താണ്? ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സമ്പ്രദായം നിലവിൽ വന്നത്. എന്താണ് ഈ സമ്പ്രദായം? ഇന്ന് എല്ലാ ഹോട്ടലുകളിലും ഈ സമ്പ്രദായം ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഫുഡല്ല, ഹോട്ടലുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് മെനു കാർഡോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? അത് ഭക്ഷണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ മെനു കാർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഈ ചൈനീസ് സമ്പ്രദായത്തിൽ, കാരണം ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊരു സംശയം വരും. ഈ സംശയത്തിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. ഏതാണ് ഈ സമ്പ്രദായം എന്നുള്ളതാണ് ചോദ്യം. ഇതിലൊക്കെ പുറകിലൊക്കെ എങ്ങനെ ഒരു സംഭവം ഉണ്ട്? മെനു കാർഡ്. റൈറ്റ് ആൻസർ. അല്ല, വിശ്വാസ് അയച്ചെന്ന ചോദ്യം വളരെ രസമാണ്. നമുക്ക് ഈ മെനു കാർഡ് ഇതിന്റെ ഒക്കെ പിറകിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു സമ്പ്രദായം ഹോട്ടലിൽ മാത്രം കിട്ടുന്നതാണല്ലോ. അത് ഏതോ ഒരു ഹോട്ടലുകാരൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന സംഭവം. പക്ഷേ അന്ന് ഒരുപാട് ഇതൊക്കെ ഫുഡ് ഉണ്ടാകുമ്പോൾ ഇത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം വരും. ആ സെലക്ട് ചെയ്യാൻ പെട്ടെന്ന് കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് മെനു കാർഡ്. ഇനി മറക്കോ? ഉറപ്പാണല്ലോ. ആളാ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, 3 പേരും ടച്ച് ചെയ്തോളൂ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം, ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിൽ. അപ്പോൾ അടിച്ചു പൊളിക്കുക, സന്തോഷിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇമേജ് മൊബൈൽ കേസ് ഇന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. സുഖമായിരിക്കുന്നോ? ഇവിടെ എത്ര മണിക്ക് എത്തി?
ഞങ്ങൾ 11 മണിയായി 11 മണിക്ക് എത്തി. റൈഡ് എല്ലാം കണ്ടോ? കണ്ടു. 2 റൈഡൊക്കെ കണ്ടു. ഇഷ്ടമായോ റൈഡൊക്കെ? ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണോ? എവിടെയാ സ്ഥലം? എവിടെയാണ്? ഞങ്ങൾ മീനങ്ങാടി. മീനങ്ങാടി അറിയാം. ശരി, വയനാട് മീനങ്ങാടി. ജോലി എന്തെങ്കിലും മുന്നേ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഞങ്ങള് പിന്നെ പിള്ളേരൊക്കെ ജോലിക്കാർ. ശരി. പേരെന്താണ് അമ്മയുടെ? അമ്മിണി. അമ്മിണി. ഓക്കെ, നമസ്കാരം. പേരെന്താണ്? ബേസിൽ. ജോലി എന്താണ് മിസ്ജി? വെൽഡിംഗ്. എവിടെയാണ്? അവിടെ തന്നെയാണോ? മീനങ്ങാടി തന്നെയാണ്. അടിപൊളിയാണ്. നല്ല സ്ഥലമല്ലേ? എങ്ങനെയുണ്ട്? വർക്കൊക്കെ എങ്ങനെ പോകണം? ബിൽഡിംഗ് വർക്കുകളാണോ അല്ലെങ്കിൽ ഇപ്പം റൂഫിംഗ് വർക്കും കാര്യങ്ങളൊക്കെയാണ്? സുഖമാണോ? സുഖമായിരിക്കും. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തോന്നുന്നല്ലോ. എല്ലാ കാര്യത്തിലും വളരെ ഒരു ഊർജ്ജത്തോടു കൂടി നിൽക്കുന്നവർ. അങ്ങനെ വേണം കേട്ടോ, അങ്ങനെ വേണം. പേരെന്താണ്? എന്റെ പേര് സന്തോഷ്. എന്താണ് ജോലി? എന്താണ്? വാടക സ്റ്റോർ, വയനാട്ടിലാണ്. ഇപ്പോ സീസൺ സമയമാണ്. അതെ. അപ്പൊ ഇത് ഇങ്ങനൊരു പരിപാടി എപ്പോഴാണ് പ്ലാൻ ചെയ്തത്? ഇത് ഞങ്ങളുടെ ഒരു അയൽക്കൂട്ടമായിട്ട് ബന്ധപ്പെടുത്തി ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വന്നതാണ്. 40 പേര് വന്നിട്ടുണ്ട്. എല്ലാവരും പല പല സ്ഥലത്താണുള്ളത്. ആഘോഷിക്കും. മക്കൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് 40 പേരോളം വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട്. മീനങ്ങാടി ആ ഭാഗം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സുഖമല്ലേ? സുഖമാണ്. നല്ല സ്ഥലമല്ലേ? ഏറ്റവും കൂടുതൽ മറ്റേ ടൂറിസം കേന്ദ്രമാണ്. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പൊതുവേ സത്യമാണ്. കാരണം മീനങ്ങാടിയിൽ താമസിക്കുന്നവർക്ക് മീനങ്ങാടിയെ കുറിച്ച് അത്ര ഒരു അങ്ങനെ അല്ല. മീനങ്ങാടിയിൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ബാണാസുര സാഗരമുണ്ട്, കാരാപ്പുഴയുണ്ട്. അങ്ങനെ ഒരുപാട് പറഞ്ഞ വിരലിൽ എണ്ണാവുന്നതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ജോലിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായി പോകുന്നു. പേരെന്താണ്? സജീഷ്. എന്താണ് ചെയ്യുന്നത് സജീഷ്? ടെക്നീഷ്യൻ. ഇൻഡസ് മോട്ടോഴ്സ്. എത്ര വർഷമായി അവിടെ? 12 കൊല്ലം. ഹാപ്പിയാണ്? അടിപൊളി. അമ്മ സുഖമായിരിക്കുന്നോ? പേരെന്താണ് അമ്മയുടെ? അന്നക്കുട്ടി. എല്ലാവരും അയൽക്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അയൽക്കൂട്ടവുമായി ബന്ധപ്പെട്ട്? വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടോ? കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. നാട്ടിൽ തന്നെ. ശരി. അപ്പോ മക്കളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സംഘടനകളുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ശരി. ഈ പ്രോഗ്രാമിന്റെ പേര് മൊബൈൽ കിസ് എന്നാണ്. ഇമേജ് മൊബൈൽ കിസ് ആണ് ഈ പരിപാടിന്റെ പേര്. ഇതിൽ ചോദിക്കുന്നത് GK ആണ്. GK എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യമല്ല, ഈസിയായിട്ടുള്ള ചോദ്യം. അപ്പോൾ 3 റൗണ്ടിൽ ഓരോ ചോദ്യങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനങ്ങൾ. ഇതിൽ ആരോടാണ് ഞാൻ ചോദ്യം ചോദിക്കേണ്ടത്? ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞ ഒരാൾ വേണം. അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യും. ആരോട് ചോദ്യം ചോദിക്കണം? സന്തോഷേട്ടാ. ബേസിലിനോട് ചോദിക്കോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അവിടെ ഈ ക്ലബ്ബുകളും മറ്റുള്ള സംഘടന ക്ലബ്ബുകളൊക്കെ ഉണ്ടോ? ക്ലബിലൊക്കെ ശരിക്കും അവിടെ സ്പോർട്സ് ആണോ ആർട്സ് ആണോ? ഫുട്ബോൾ ആണോ പ്രധാനപ്പെട്ട? ശരി. ഓക്കെ. അപ്പോൾ ബേസിൽജി ഇത് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിലെ ആളോടുള്ള ചോദ്യമാണ്. അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യാം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. നമ്മൾ കോഴിക്കോട് സ്ഥലത്തെ കുറിച്ചൊക്കെ അറിയാലോ? എല്ലാം അറിയാം. ശരി. ഈ SK പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. പേരെന്തിന്? എൽദോസ് MK. എൽദോസ് എന്ത് ചെയ്യുന്നു? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം നോവോട്ടൽ ചെന്നൈയിലല്ലേ? ശരി. ചോദ്യം കേട്ടോ. SK പൊറ്റക്കാട് എഴുതിയ ഒരു തെരുവിൻ്റെ കഥ. ഇതൊരു ബുക്ക്, നോവൽ. ഈ നോവൽ കോഴിക്കോടിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു നോവലാണ്. കോഴിക്കോടിലെ ഏത് സ്ഥലത്തെയാണ് കൂടുതലായിട്ടും ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്? SK പൊറ്റക്കാട് എഴുതിയ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൽ കോഴിക്കോട് ഏത് സ്ഥലമാണ് പശ്ചാത്തലമായിട്ടുള്ളത്? വളരെ സിമ്പിളാണ്. ഒരുപാട് പേര് എത്തുന്നു. SM സ്ട്രീറ്റ്, മിഠായി തെരുവ് എന്ന് പറയുന്നു. മത്സരാർത്ഥി എന്ത് പറയുന്നു? മിഠായി തെരുവാണ്. അറിയില്ല. നമുക്കറിയില്ല. അമ്മ എന്ത് പറയുന്നു? അതന്നെ SM സ്ട്രീറ്റ്, മിഠായി തെരുവ് എന്ന് പറയുന്നു. അത് SK പൊറ്റക്കാട് എഴുതിയിരിക്കുന്ന ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മിഠായി തെരുവിനെ പ്രതിപാദിച്ചു കൊണ്ട് എഴുതിയ ഒരു നോവലാണ് എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു. അതിനുശേഷം മത്സരാർത്ഥി ഓക്കെ മിഠായി തെരുവ് എന്ന് പറഞ്ഞു. മോനെ പേരൊന്നുകൂടി പറഞ്ഞേ. എൽദോസ് MK. അപ്പോൾ എൽദോസ് MK പറഞ്ഞിരിക്കുന്ന മിഠായി തെരുവ് എന്നുള്ളത് റൈറ്റ് ആൻസർ. നല്ലൊരു കാര്യം എടുത്തു, ഉഷാറായിട്ട്. വെരി ഗുഡ്. അപ്പോൾ എൽദോസ് MK ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു സമ്മാനമുണ്ട്. കണ്ണൂരുള്ള ഒരു വലിയൊരു മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ ഷോറൂമാണ്. ഇമേജ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഇനി എപ്പോഴെങ്കിലും കണ്ണൂർ വരുന്ന സമയത്ത് പോയാൽ മതി. എടുപടി പോകേണ്ട ആവശ്യമില്ല. ഈ കാർഡായിട്ട് അവിടെ പോയാൽ മതി. എന്നിട്ട് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഡിസ്കൗണ്ട് കാർഡാണ്. 2 കാർഡ് വാങ്ങിച്ചത്. അതോനെ ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ. ഇനി 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. ആയിക്കോട്ടെ. അറിയില്ലെങ്കിൽ ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കാം. ഓക്കെ. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ടാണ്. അതിനു മുമ്പ് മറ്റൊരു സമ്മാനം കൂടിയുണ്ട്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ചോദ്യം. നമ്മുടെ ഈ മീനങ്ങാടി ആ ഭാഗത്തൊക്കെ ശരിക്കും നദികളൊക്കെ ഒരുപാട് ഒഴുകുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ പുഴകളൊക്കെ ഒഴുകുന്നില്ല? ഡാമുകളൊക്കെ ഉണ്ട്. ശരി. ചോദ്യം. കൊതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നിവർ സംഗമിക്കുന്നത് മൂവാറ്റുപുഴയിൽ ആണെങ്കിൽ മുതിരപ്പുഴ, നല്ല തണ്ണി, കുണ്ടള
എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? ഈ മീനങ്ങാടി പോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സും ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. ചോദ്യത്തിൽ കൂടി ഞാൻ പറയാം. കൊതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നിവ സംഗമിക്കുന്നത് മൂവാറ്റുപുഴയിലാണെങ്കിൽ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ സംഗമിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് വിദേശ സഞ്ചാരികളടക്കം വരുന്ന ഒരു അല്ല ഈ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അല്ല ആലോചിച്ച് പറഞ്ഞു. ഒരുപാട് പേര് എത്തുന്ന സ്ഥലമാണ്, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. ആലോചിച്ച് പറഞ്ഞു കേട്ടോ, ഒരു അവസരം കൂടി ഞാൻ തരികയാണ്. അല്ല ഒരു ക്ലൂ തരട്ടെ, ഒരു തരികള ക്ലൂ തരട്ടെ. ഒരക്ഷരം 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇത് തരികള ക്ലൂ ആണ്. ഒരു സംഖ്യ 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഒരു അറിയാൻ പറഞ്ഞു കൊടുക്ക്. മൂന്നാർ. അതെന്താണ്? മൂന്നാർ. ഒരാള്, രണ്ടാള്, മൂന്നാർ. റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ്. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. രണ്ടാമത്തെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് യൂണിഫോമീസ് ഷോപ്പി നൽകുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു സമ്മാനമാണ്. യൂണിഫോമീസ് ഷോപ്പി, കണ്ണൂർ റാബി ടവറിലാണ് യൂണിഫോമീസ് ഷോപ്പി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒറ്റൊരു ചോദ്യം കൂടി. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ മോന് ബമ്പർ സമ്മാനമുണ്ട്. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ബാഗ് ആൻഡ് ബാഗിന്റെ സമ്മാനം ഞാൻ തിരിച്ചിങ്ങ് വാങ്ങിക്കും, ഇങ്ങ് എടുക്കും. ഇപ്പോൾ കിറ്റുകയാണെങ്കിൽ ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ട് പിന്മാറാം. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പറ്റത്തില്ല. ഇത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. ആരോ ഒരാൾ അയച്ചെന്നൊരു ചോദ്യമാണ് ഞാൻ മോനോട് ചോദിക്കുന്നത്. മോൻ പറയുന്ന പോലെ ഇപ്പോൾ കിറ്റിയാണെങ്കിൽ കിറ്റിയാം, മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണമെങ്കിൽ പോവാം. തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഈ ചോദ്യം തന്നിരിക്കുന്നത് ഹേമന്ത് എന്ന് പറയുന്ന കൂട്ടുകാരൻ കണ്ണൂർ പട്ടുവം എന്ന് പറയുന്ന സ്ഥലമാണ്. അലൂമിനിയം ഫാബ്രിക്കേറ്ററാണ് ആള്. ഓക്കെ, ചോദ്യം കേട്ടോളൂ, ശ്രദ്ധിച്ചേൽക്കെ. MP രാമചന്ദ്രൻ എന്ന മലയാളി 1980 തൃശ്ശൂരിൽ ആരംഭിച്ച ഈ കമ്പനിയുടെ ആസ്ഥാനം ഇപ്പോൾ മുംബൈയിലാണ്. തൃശ്ശൂരിലാണ് ഇത് ആരംഭിച്ചത്, പക്ഷെ ഇപ്പോൾ അത് മുംബൈയിലാണ്. അദ്ദേഹത്തിന്റെ മകൾ ജ്യോതിയുടെ പേരിൽ ആരംഭിച്ച കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ മലയാളികൾക്ക് ഏറ്റവും പരിചിതമായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി ഞാൻ ചോദ്യം വേണമെങ്കിൽ പറയാം. MP രാമചന്ദ്രൻ എന്ന മലയാളി 1980 തൃശ്ശൂരിൽ ആരംഭിച്ച ഈ കമ്പനിയുടെ ആസ്ഥാനം ഇപ്പോൾ മുംബൈയിലാണ്. അദ്ദേഹത്തിന്റെ മകൾ ജ്യോതിയുടെ പേരിൽ ആരംഭിച്ച കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ മലയാളികൾക്ക് ഏറ്റവും പരിചിതമായത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാം. അറിയാം, പറഞ്ഞു. ഉറപ്പല്ലേ കൊന്നുകളിയുന്നു. ജ്യോതിയുടെ പേര് ഇപ്പൊ അതിന്റെ ആസ്ഥാനം മുംബൈയിലാണോ? മുംബൈയിലാണ്. തൃശ്ശൂരിലായിരുന്നു ആദ്യം ഉണ്ടായത്. ഉജാല. ഒരു തരം, രണ്ടു തരം, 3 തരം, ഉജാല. റൈറ്റ് ആൻസർ. ജ്യോതിസ് ലബോറട്ടറീസിൽ ഉജാല എന്ന് പറയുന്നത് മലയാളികൾക്ക് പോലും വളരെ സുപരിചിത. ഉജാല ഉപയോഗിക്കാറില്ലേ? ഇപ്പൊ രണ്ടു ടച്ച് ചെയ്തേ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം. ഹാപ്പിയാണോ അമ്മ? ഹാപ്പിയാണല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ തിരിച്ചു പോവല്ലേ? തിരിച്ച് വേറെ എവിടെയെങ്കിലും യാത്ര എവിടെയെങ്കിലും ഉണ്ടോ? പയ്യാമ്പലം. ഓക്കെ, അടിച്ചു പൊളിക്കേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, താങ്ക് യു സർ. കഴിഞ്ഞു. പിന്നെ വെറൈറ്റി റൈഡുകളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരാം. പണ്ടൊക്കെ നമുക്കൊരു ന്യൂജൻ കാലഘട്ടം, ഒരു പുതിയ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുളങ്ങളിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് കുളിക്കുവാനുള്ള സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതുപോലെ എത്രയോ ഏക്കറിലാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസ് പവേർഡ് ബൈ യൂണിഫോമീസ് ആൻഡ് ബാഗ് ചിത്രീകരിച്ചത്. ഒരുപാട് പേരെ പരിചയപ്പെട്ടു. നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ കിസിൽ ഒരുപാട് നല്ല ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നല്ല ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചുതരുന്ന ചോദ്യങ്ങൾ ഞാൻ മത്സരാർത്ഥികളോട് ചോദിക്കും. പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ചോദ്യം അയച്ചുതരുന്ന വ്യക്തിക്കുള്ളതായിരിക്കും സമ്മാനം. അപ്പോൾ എങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.